എവരിവൺ, നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് റിപ്പോർട്ട്സ് ആണ്. റിപ്പോർട്ട്സ് ഒന്നെങ്കിൽ നമുക്ക് മെയിൻ മെനുവിൽ പോയി റിപ്പോർട്ട്സിൽ പോവുകയാണെങ്കിൽ എല്ലാ റിപ്പോർട്ട്സും ഇവിടെ ഷോ ചെയ്യും. അല്ലെങ്കിൽ നമ്മുടെ ഹോം മെനുവിൽ പോയിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട്, അതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്താലും മതി. ഫസ്റ്റ് ഇൻവോയ്സ് റിപ്പോർട്ട്. ഇൻവോയ്സിൻ്റെ എല്ലാം ലിസ്റ്റ് ചെയ്യുന്നതാണ്. ഒരു ഇന്ന ഡേറ്റ് മുതൽ ഇന്ന ഡേറ്റ് വരെ കൊടുത്ത് ഏതെങ്കിലും കസ്റ്റമർ കൊടുത്ത് ഫിൽട്ടർ ചെയ്ത് ലിസ്റ്റ് ചെയ്യാവുന്ന ഓപ്ഷനാണ് റിപ്പോർട്ടുള്ള. അതിൻ്റെ PDF-ഉം എക്സലും ഓപ്ഷനുണ്ട്. അതേപോലെ തന്നെ വ്യൂ ചെയ്ത് ഇൻവോയ്സിൻ്റെ ഡാറ്റ വ്യൂ ചെയ്ത് നോക്കാവുന്നതാണ് ഇവിടെ തന്നെ. അതുപോലെ തന്നെയാണ് നെക്സ്റ്റ് റിപ്പോർട്ട് ഔട്ട്സ്റ്റാൻഡിങ് ഇൻവോയ്സ്. ഇതേ സെയിം റിപ്പോർട്ട് തന്നെയാണ്, പക്ഷേ ഇതിൽ ഔട്ട്സ്റ്റാൻഡിങ് ഉള്ള ഇൻവോയ്സ് മാത്രമാണ് ഷോ ചെയ്യത്തുള്ളൂ. അടുത്തത് ഇൻവോയ്സ് പ്രോഫിറ്റ് റിപ്പോർട്ട്. ഇൻവോയ്സ് പ്രോഫിറ്റ് റിപ്പോർട്ടിൽ സർവീസ് വൈസ് ഓരോ സർവീസിൻ്റെയും പ്രോഫിറ്റ് ഷോ ചെയ്യിക്കുന്നതാണ്. അതേപോലെ തന്നെ അതിൻ്റെ ഇൻവോയ്സ് വ്യൂ ചെയ്ത് നോക്കാനുള്ള ഓപ്ഷനുണ്ട്. നെറ്റ് എമൗണ്ട്, വാറ്റ് എമൗണ്ട്, ഗവൺമെൻറ് ഫീ, കോസ്റ്റ്, സപ്ലയറിന് എന്തെങ്കിലും ഫീസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത്, PROയ്ക്ക് കമ്മീഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അത്, അതേപോലെ തന്നെ ആമറിൽ നിന്നോ മറ്റ് സർവീസുകളിൽ നിന്നോ എന്തെങ്കിലും കമ്മീഷൻ നമുക്ക് റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്, ഡിസ്കൗണ്ട് കൊടുക്കുന്നത്, എല്ലാം കഴിഞ്ഞിട്ടുള്ള പ്രോഫിറ്റ്. നെറ്റ് എമൗണ്ട് മൈനസ് വാറ്റ് എമൗണ്ട് മൈനസ് ഗവൺമെൻറ് ഫീ മൈനസ് സപ്ലയർ ഫീ മൈനസ് PRO കമ്മീഷൻ പ്ലസ് കമ്മീഷൻ റിസീവ്ഡ് മൈനസ് ഡിസ്കൗണ്ട്, അതായിരിക്കും പ്രോഫിറ്റ്. അതുപോലെ തന്നെ കംപ്ലീറ്റ് ആവാത്ത സർവീസുകൾ എന്ന് പറഞ്ഞാൽ വിഡ്രോവൽ ഡേറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഇൻവോയ്സിൻ്റെ അകത്ത് നമ്മൾ എന്നാണ് സർവീസ് കംപ്ലീറ്റ് ചെയ്ത ഡേറ്റ് ഉണ്ടല്ലോ, ആ ഡേറ്റ് കൊടുക്കാത്ത സർവീസുകളാണ് ഈ ലിസ്റ്റിൽ വരുന്നത്. ഏതൊക്കെ സർവീസിന്, ഇപ്പോൾ എല്ലാ സർവീസിനും കൊടുത്തിട്ടുണ്ടായിരിക്കും, അതുകൊണ്ടാണ് സർവീസസ് ഒന്നും കാണിക്കാത്ത. കൊടുത്തിട്ടില്ല, ഈ 2 സർവീസ് കംപ്ലീറ്റ് ആയിട്ടില്ല, അതുകൊണ്ടാണ് ഈ 2 സർവീസുകൾ വരുന്നത്. അതിനും വ്യൂ ചെയ്ത് നോക്കാവുന്നതാണ്. ഇതേ കംപ്ലീറ്റ് ആവാത്ത പെൻഡിങ് സർവീസുകൾ നമുക്ക് ഡാഷ്ബോർഡിലും ഇത് ഷോ ചെയ്യുന്നുണ്ട്, ഇത്തരം സർവീസുകൾ പെൻഡിങ് ആണ്. അതുപോലെ തന്നെ ഓരോ ഇൻവോയ്സിൻ്റെ നേരെയാണെങ്കിൽ തന്നെ 1 ഔട്ട് ഓഫ് 5 എന്ന് കൊടുത്തിട്ട് ഒരു ഇതുണ്ട്, ഇൻവോയ്സിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സർവീസ് പെൻഡിങ് ആണെങ്കിൽ അവിടെ നമുക്കറിയാൻ പറ്റും. അതിൻ്റെ റിപ്പോർട്ടാണ് ഇത്. അതുപോലെ തന്നെ അടുത്തത് ഇൻവോയ്സ് സർവീസ് റിപ്പോർട്ട്. ഇൻവോയ്സ് പ്രോഫിറ്റ് റിപ്പോർട്ട് പോലത്തെ ഒരു റിപ്പോർട്ട് തന്നെയാണ്. അതിൻ്റെ അകത്ത് ഓരോ സർവീസും വെച്ച് നമുക്ക് ഫിൽട്ടർ ചെയ്യാനും, അതുപോലെ ലീഡ് ഓണർ, പേയ്മെൻറ്റ് ഫീസ്, അതുപോലെ തന്നെ കസ്റ്റമർ, ഇതെല്ലാം വെച്ച്, അതുപോലെ എവിടെ നിന്നാണ് കട്ടായേക്കണേ, എമൗണ്ട് കട്ടായേക്കണേ, ഏത് അക്കൗണ്ടിൽ നിന്നാണ്, ഇതെല്ലാം വെച്ച് ഫിൽട്ടർ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതാണ് ഇൻവോയ്സ് സർവീസ് റിപ്പോർട്ട്. അതുപോലെ തന്നെ കാറ്റഗറി വെച്ച് ഇപ്പോൾ നമുക്ക് ഒരു എമിറേറ്റ്സ് ഐഡി എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്. അതിൻ്റെ അടിയിൽ എമിറേറ്റ്സ് ഐഡി 2 ഇയർ 3 ഇയർ അങ്ങനെ പല ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഓരോ കാറ്റഗറിയുടെ അണ്ടറിലും എത്ര പ്രോഫിറ്റ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയുള്ളൊരു ഓപ്ഷനാണിത്. അപ്പോൾ നമുക്ക് ഫ്യൂച്ചറിലേക്ക് ഈ ടൈപ്പ് കാറ്റഗറി ഉള്ള സർവീസുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യണം വേണ്ടതെന്ന് നമുക്ക് ഒരു കൺക്ലൂഷനിലെത്താൻ വേണ്ടിയാണ് ഈ റിപ്പോർട്ട് യൂസ് ചെയ്യുന്നത്. അടുത്തത് വാറ്റ് റിപ്പോർട്ടാണ്. വാറ്റ് ഫയലിങ്ങിന് യൂസ് ചെയ്യുന്ന റിപ്പോർട്ടാണ്. റിപ്പോർട്ട് നമുക്ക് 3 മന്ത്സിലേക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും 1 മന്തിലേക്ക് വേണ്ടി നമുക്ക് എടുക്കുകയാണെങ്കിൽ തന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് വാറ്റും എമിറേറ്റ്സ് വൈസ് അറിയാൻ പറ്റും, എമിറേറ്റ്സ് വൈസ് ഫിൽട്ടർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ PDF-ഉം അവൈലബിൾ ആയിട്ടുണ്ട്. അടുത്തതെന്ന് പറഞ്ഞാൽ വാറ്റ് സമ്മറിയാണ്. വാറ്റ് സമ്മറി എന്ന് പറയുമ്പോൾ ഓരോ എമിറേറ്റ്സ് വെച്ച് എത്ര വാറ്റ് കൊടുക്കാനുണ്ടെന്നുള്ള ഒരു ലിസ്റ്റാണിത്. നമുക്ക് വേണമെങ്കിൽ എമിറേറ്റ്സ് വൈസ് വെച്ച് ഫിൽട്ടർ ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ വാറ്റിൻ്റെ UAE ഫോർമാറ്റ് അനുസരിച്ച് നമുക്ക് പ്രിൻ്റ് ചെയ്തെടുക്കാനും പറ്റും, ഓരോ എമിറേറ്റ്സിൽ എത്ര പേയബിൾ ഉണ്ടെന്ന രീതിയിൽ.